ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എഴുന്നേറ്റ് വന്നതിൻ്റെ സ്റ്റാർട്ടിങ് ട്രിപ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ തമ്മിൽ കാണിച്ച പോലെ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കിക്കോളുക. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നവരൊക്കെ കാണുക. ആൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ എന്നെ എത്ര പതിയെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ബിക്കോസ് ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ഗൈസ്. അതിമനോഹരമായ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പം കിടന്ന് രാവിലെ തന്നെ തൊള്ള തുറന്ന് അയൽക്കാരെയും നാട്ടുകാരെയും വീട്ടിലുള്ളവരെ ഒന്ന് എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ സമയം ഇവിടെ എത്രയായി, 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റായിട്ട് ബാക്കി പരിപാടികളിലേക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടിരിക്കുന്നത്. കാരണം എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അതിന് മുന്നേ കുറേ കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കാൻ പോകുന്നില്ല, നിങ്ങളാരും പേടിക്കണ്ട. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല. സോ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു എണ്ണയാണ്, പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് എണ്ണ. വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ എൻ്റെ അത് തീർന്നു പോയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ അത് കൊണ്ടുവന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയിട്ടപ്പോൾ എനിക്കൊരു ആയുർവേദിക് എണ്ണ കൊണ്ടുവന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ കുറച്ച് ഡ്രൈ സ്കാൽപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ എണ്ണ. അപ്പോൾ ഞാനിപ്പോൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. റീസെൻ്റ്ലി കൊണ്ടുവന്നതാണ്. ഞാൻ വൺസിന് വീക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് ആക്ച്വലി ഇതിനൊരു ലേബൽ ഉണ്ടായിരുന്നു. അത് ഞാൻ മറ്റേ വെള്ളത്തിലിട്ട് ഉരുക്കിയപ്പം പറഞ്ഞുപോയി, ഞാൻ മറന്നുപോയി ഇത് എന്ത് എണ്ണയാണ്. അപ്പം ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവളുടെ അടുത്ത്. അപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പേര് കിട്ടുവാണെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ട് വാങ്ങിക്കാം. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് വേറൊരു എണ്ണയും കൂടെ കിട്ടും. ഇത് താരം പോകാനും എല്ലാം കൂടെ ഉള്ളൊരു എണ്ണയാണ്. ഇതിൻ്റെ അടുത്ത് മുടി വളരാനുള്ള വേറൊരു എണ്ണയുണ്ട്. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോഴെപ്പോഴും മുടി വെട്ടിക്കളയുന്ന എനിക്കെന്തിനാണ് മുടി വളരുന്നത്? അങ്ങനെയല്ല കേട്ടോ, ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മുടി വളരുന്നുണ്ട്. എനിക്ക് കുറച്ച് അത്യാവശ്യം ബേബി ഹെയർസ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതൊക്കെ ബേബി ഹെയർസ് വളർന്ന് വന്നതാണ്. ഈ എണ്ണയുടെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ വയ്ക്കാം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഉരുക്കി എടുത്തുകൊണ്ട് വന്നത്. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല ഐസ് പോലെ ഇരിക്കുന്നത്. അപ്പം ഞാനിത് മറ്റേ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ഉരുക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നമുക്കിത് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, കയ്യിലേക്ക് തന്നെ എടുക്കാം. അത് ഞാൻ മോതിരം ഒന്ന് ഊരി വെച്ചോട്ടെ. എനിക്ക് മോതിരമൊക്കെ കയ്യിൽ കിടന്ന് കഴിഞ്ഞാൽ എണ്ണ വയ്ക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് കയ്യിലേക്ക് എടുക്കാം. അതിന് മുന്നേ മുടി ഒന്ന് അഴിക്കണം. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ എൻ്റെ മുടി കഴുകിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സെബമൊക്കെ അങ്ങ് ഇളകിയിട്ട് മുടിയിൽ ഓൾറെഡി ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ സമയങ്ങളിൽ അങ്ങനെ എണ്ണ വെച്ച് കുളിക്കാറില്ല. പക്ഷേ ഈ ആഴ്ചത്തെ എൻ്റെ എണ്ണ വെച്ചുള്ള കുളി മുടങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇത്രയും എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്, കാണാൻ തോന്നുന്നു. ഇതാദ്യം നമ്മുടെ സ്കാൽപ്പിലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് സ്കാൽപ്പിൽ എണ്ണ ആക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് വാരി പൊത്തൊന്നും വേണ്ടേ. ഇതെനിക്കൊന്ന് ചെമ്പരത്തിയുടെ പൂവൊക്കെ ഇട്ടുണ്ടാക്കുന്ന എണ്ണയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചുമന്ന നിറമൊക്കെ വരുന്നുണ്ട്. എനിക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടുണ്ട്. എൻ്റെ ഒത്തിരി താരം കുറഞ്ഞു ഗൈസ്. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് എണ്ണ തല വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ എണ്ണയൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഞാൻ പേര് കൊടുക്കാം എന്തായാലും. എനിക്കിവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് താരം കൂടിയിട്ടുണ്ടായിരുന്നു തലമുടിയിലല്ല തലയൊട്ടിയിൽ. അപ്പം ഞാൻ ഈ എണ്ണ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒത്തിരി താരം കുറഞ്ഞു എൻ്റെ തലയിൽ. ഞങ്ങൾക്ക് കാണിച്ചു തരാം, കാണാമെന്ന് എനിക്കതിലുണ്ടോ. ഇപ്പോൾ താരൻ എനിക്ക് വളരെ കുറവാണ് മുടിയിൽ. ചെറുതായിട്ടുണ്ട്, ഇത് തേച്ചപ്പിനെയാണ് അത്രയും കുറഞ്ഞത്. പക്ഷേ എനിക്ക് വല്ലാണ്ട് താരം കുറഞ്ഞു. ഇതുണ്ടോ, ഇതൊന്നും താരൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. കണ്ടാൽ മനസ്സിലാവായിരിക്കും, നല്ല ക്ലീൻ ആകുന്നുണ്ട് എൻ്റെ സ്കാൽപ്പ്. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോയും പ്രൊമോഷനായിട്ട് ചെയ്യാറില്ല. ഞാൻ ആ ഹെയർ കെയർ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സ് ചോദിച്ചു, ഈ പ്രൊമോഷനൊക്കെ ചെയ്യുന്നതാണോ എന്ന്. പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ എൻ്റെ
എനിക്കറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രമേ ഞാനത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് പ്രൊമോഷനായിട്ടൊന്നും ഞാൻ ചെയ്യുന്ന വീഡിയോസ് അല്ലത് കേട്ടോ. അന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടി എങ്ങനെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അതവർക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇന്നത്തേക്കാൾ തല എണ്ണ വയ്ക്കാനും കുളിക്കാനും അറിയാൻ വയ്യാത്ത ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇത് കാണുന്നത് നമ്മളെങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്, റൈറ്റ് മീൻസ് ശരിയായ രീതി എങ്ങനെയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ, ഒരുപാട് എണ്ണ വാരി വരിച്ച് വെക്കണ്ട. പിന്നെ ഞാനങ്ങനെ മുടിയുടെ അറ്റത്തേക്ക് എണ്ണ വെക്കുന്ന ഒരാളല്ല. കാരണം ഓൾറെഡി ഞാനിങ്ങനെ മുടിയുടെ തലയിൽ എണ്ണ വെച്ച് കഴിയുമ്പം ഓൾറെഡി ഞാനിങ്ങനെ ലാസ്റ്റ് മസാജൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ മുടിയിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൃപ്തി അടയുന്ന ഒരാളാണ് ഞാൻ. കൂടുതൽ ഡെക്കറേഷനോ പരിപാടിക്കൊന്നും ഞാൻ പോകില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം, തലയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും മുടി വളരാനൊക്കെ നല്ലതാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് വീട്ടിലായിരുന്നപ്പോഴും എനിക്ക് അമ്മയൊക്കെ അങ്ങനെ ചെയ്തു തരാറുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ പണ്ട് പഠിച്ചവർക്കൊക്കെ അറിയാം, എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു. ടിൽ പ്ലസ് ടു വരെ എനിക്ക് നല്ല മുടിയായിരുന്നു. ഏകദേശം ഒരു ചന്തയുടെ ഒപ്പം മുടിയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ടിപ്പിക്കലി. പിന്നെ ഞാനത് വെട്ടിക്കളഞ്ഞതാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, നീ വെട്ടിയൻ നീ പിന്നീട് ദുഃഖിക്കൂടിയും. ഞാൻ വല്ലാണ്ട് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് മുടിയൊക്കെ അങ്ങ് പൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് കോൺഷ്യസ് ആവാതിരിക്കുക മുടിയെക്കുറിച്ച്. അയ്യോ എൻ്റെ മുടി അങ്ങ് പോവാണല്ലോ അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ പകുതി മുടി നമ്മുടെ തലേന്ന് പോകും. അപ്പം ഭയങ്കര കോൺഷ്യസ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. ഒരു ഹെയർ കെയർ റുട്ടീൻ വലിയ കോസ്റ്റ്ലി പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും കോസ്റ്റ്ലി പ്രൊഡക്ട്സ് ഒന്നും അല്ല. പക്ഷേ എനിക്കതൊക്കെ നല്ല റിസൾട്ടും തരാറുണ്ട്. പിന്നെ നമ്മൾ പുറമേ ഉള്ള പരിചരണം മാത്രം പോരാ, നല്ല ഫുഡ് കഴിക്കണം. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം വില കൂടിയ ഫുഡെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് മുടി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതെൻ്റെ മുടി ഇപ്പം എണ്ണ വെച്ച് കുറേ നാൾ കൂടി എണ്ണ വെച്ചുകൊണ്ടാണ് മുടി പൊഴിയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് മുടി പൊഴിച്ചിൽ നിർത്താനുള്ളതൊന്നുമല്ല ഈ എണ്ണ, അത് ആദ്യം പറയാം കേട്ടോ. കാരണം ഇതിനി കണ്ടിട്ട് ആരും പറയരുത് എന്നിട്ട് നിൻ്റെ മുടി പൊഴിയുന്നുണ്ടല്ലോ എന്നൊന്നും പറയല്. ആക്ച്വലി ഇത് മുടി പൊഴിച്ചിൽ നിർത്താനുള്ള എണ്ണയല്ല, നമ്മുടെ താരനൊക്കെ കളഞ്ഞ് മുടി വളർച്ച ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള എണ്ണയാണ് കേട്ടോ. അപ്പം എന്താണ്ടല്ലേ, ഇതിപ്പോൾ ഞാൻ എണ്ണ വെച്ചിട്ട് എൻ്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു പോയ മുടിയാണ്. മേ ബി ഇത് ഡെഡായിട്ടുള്ള മുടി ആയിരുന്നിരിക്കാം, ഓൾറെഡി പൊഴിഞ്ഞിരുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഒന്ന് കൈയൊക്കെ ഓടിച്ചപ്പോൾ അതിൻ്റെ കൂടത്തിങ്ങ് പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മുടിയിൽ എണ്ണ വെച്ചിട്ട് മുടി ചീവും. അങ്ങനെ ചീവാൻ പാടില്ല. അങ്ങനെ ചീവുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുടിയിൽ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിരിക്കുന്ന സമയത്ത് മുടി കുറച്ച് ലൂസാവും, അപ്പം മുടി ഊരിപ്പോരും നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ചീവാൻ പാടില്ല. പിന്നെ ഇങ്ങനെ വലിച്ച് കെട്ടുവോ മുറുക്കി കെട്ടുവോ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് നമ്മളൊന്ന് എണ്ണ വെക്കുക, എണ്ണ വെച്ചിട്ട് ചുമ്മാ ഒന്ന് കോതിയെടുക്കുക. ഞങ്ങൾ കോതിയെടുക്കുക എന്ന് പറയുന്നത് മുടി ഇങ്ങനെ മറ്റേ വലിച്ചു വാരി കെട്ടി വയ്ക്കുമല്ലോ, അതിന് കോതിയെടുത്ത് കെട്ടുക എന്ന് പറയും. അപ്പം ഇട്ടിട്ട് ക്രാബോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ചിലവർ സ്പായൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. വൺസിൻ്റെ മന്ത് ഒരു ഓയിൽ സ്പാ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എന്തായാലും ഇവിടെ ഇതൊന്നും ചെയ്യാറില്ല, എൻ്റെ സ്വന്തം കൈക്രിയകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ പണ്ട് ഭയങ്കര കേളി പോലത്തെ ഒരു മുടിയായിരുന്നു. ഇപ്പോൾ കുറച്ച് വേവി പ്ലസ് സ്ട്രൈറ്റ് ആണ് എൻ്റെ മുടി. ഞാൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുടി കാണുമ്പോൾ അറിയാം. ഇപ്പോഴും അറിയാം ഇതുണ്ടല്ലേ, കുറച്ച് അത്ര അങ്ങ് കേളിയായിട്ടില്ല. പണ്ട് ഭയങ്കര ചുരുണ്ടിട്ടാണ്, അറ്റമൊക്കെ വരുമ്പോൾ ഭയങ്കര ചുരുണ്ട് കിടക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹാഫ് ആൻ അവർ അത് വെക്കും, ഹാഫ് ആൻ അവർ ഒരു 1 hour ഒക്കെ വെക്കും. സോ അതിനുള്ളിൽ ഞാൻ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ തീർത്ത് വരാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇന്ന് നല്ല വെതറാട്ടോ ഇവിടെ. കുറേ നാളുകൾക്ക് ശേഷം സൂര്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബാത്റൂമിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് വെയിൽ കൊള്ളാം. നല്ല ചൂടുണ്ട് അത്യാവശ്യം വെയിലിന്, പക്ഷെ പെരയ്ക്കകത്ത് നല്ല തണുപ്പാണ്. ഐ ഡോണ്ട് നോ വൈ. എനിവേസ്, മുടി കഴുകാനായിട്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പണ്ടത്തെ വീഡിയോയിൽ. ഞാനിപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ സെയിം ആണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഹൈൽറോണിക് ആസിഡിൻ്റെ ഇത് ലോറിയൽ പാരീസിൻ്റെ L5 കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഷാമ്പൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് അതിൻ്റെ തന്നെ
ഹൈഡ്രാപ്പിയർ എന്ന് പറയുന്ന കണ്ടീഷണറും കൂടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് അപ്പം ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ മുടി കഴുകാൻ പോകുന്നത്. അപ്പം മുടി കഴുകാൻ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത് മുടി വാഷ് ചെയ്യും ആൻഡ് കണ്ടീഷണർ തേക്കും, അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ 1 കപ്പ് വെള്ളത്തിൽ ഷാമ്പു എടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈ 1 കപ്പ് വെള്ളത്തിന് ഞാനിതൊരു ഇത്രയും ഷാമ്പു ആണ് ഡൈല്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുടി കഴുകുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഷാമ്പു കൊണ്ട് മുടിയിലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പണ്ട് അങ്ങനത്തെ കുറേ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ പല ഹെയർ കെയർ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്കും കുറച്ച് ബോധം ഒതുക്കുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇത് മാറ്റിയത് കേട്ടോ. അപ്പം ഞാനിത് മുടി ഒന്ന് കഴുകിയിട്ട് വരാവേ. ഞാൻ നമ്മുടെ മുടി കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കണ്ടീഷണർ തേക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടി ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് കുറച്ച് ലെങ്ത് കുറവായതുകൊണ്ട് ഞാനൊരു ഇത്രയാണ് കണ്ടീഷണർ എടുക്കുന്നത്. ഇത് നമ്മുടെ സ്കാൽപ്പിൽ തേക്കേണ്ട കാര്യമില്ല, നമ്മുടെ മുടി അറ്റത്ത് മാത്രം തേച്ചാൽ മതി കേട്ടോ. അപ്പം മുടി ഫ്രണ്ടിലേക്ക് ഇടുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, അതിൻ്റെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോൾ മുടി കഴുകിയതിൻ്റെ കേട്ടോ. എനിക്ക് മുടി പൊഴിച്ചില്ലാത്ത ഒരാളൊന്നുമല്ല, അത് കണ്ടില്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചധികം വലിക്കാറില്ല. ഞാൻ ഈ വീഡിയോ എൻഡിൽ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം, മുടി അധികം പൊഴിഞ്ഞു പോകാതിരിക്കാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ. ഇത് കോമൺ ആയിട്ട് കുറേ പേര് വരുത്തുന്ന മിസ്റ്റേക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തു. നമുക്കിതൊരു ക്രാബ് വെച്ചൊന്ന് കെട്ടി വെക്കാതെ കണ്ടീഷണർ തേച്ചിട്ട് എപ്പോഴും ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ആ മുടിയിലെ കണ്ടീഷണർ അങ്ങനെ തന്നെ വെച്ചിരിക്കണം, ഒരു മോയ്സ്ചർ ഒന്ന് ലോക്കാവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ബോഡി വാഷ് ഒക്കെ ചെയ്യാം. കുളിക്കുന്നവരാണെങ്കിൽ അപ്പോൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് വരാനുള്ള സമയമുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വേറൊന്നും കാണിക്കാനില്ല. മുടി പിന്നെ കഴുകി കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് മുടി കഴുകി പിന്നെ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാം. പിന്നെ നാച്ചുറലായിട്ട് മുടി ഉണക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വെയിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം വെയിലത്തൊക്കെ ഒന്ന് നിന്ന് മുടി ഉണക്കി എടുക്കാമെന്നാണ്. കുറേ നാൾ കൂടിയാണ് വെയിൽ വരുന്നത്. അപ്പം ബാക്കി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ തലമുടി കഴുകാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാമെന്ന്. അത് കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും ഉള്ള മിസ്കൺസെപ്ഷൻസ് ആണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ അറിവിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മുടി കഴുകിയിട്ട് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് മുടി ഇങ്ങനെ ഇട്ട് വല്ലാണ്ട് ഒലച്ചിട്ട് കഴുകും. അതായത് കഴുകുമല്ല, മുടി ഒലച്ചിട്ട് ഉണക്കും. അതായത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മുടിയുടെ അറ്റം ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മൾ മുടി കഴുകിയിട്ട് വരുമ്പോൾ. അപ്പോൾ എപ്പോഴും മുടിയുടെ ഈ സ്കാൽപ്പ് മാത്രം ഒന്ന് പതിയെ നൈസായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് മാത്രം ഉണക്കുക കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ ഹാഷായിട്ട് ഉരയ്ക്കരുത്. കാരണം ഇപ്പം നമ്മുടെ മുടി സ്കാൽപ്പൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പം മുടി ഊരിപ്പോരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഊരിപ്പോരെന്ന് വെച്ചാൽ പൊട്ടി പോരാനുള്ള ചാൻസ്. അപ്പം ഒരിക്കലും മുടി അങ്ങനെ ഇട്ട് ഒലച്ചങ്ങനെ വെക്കരുത്. ചിലർ ഇപ്പോൾ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ വല്യമ്മച്ചൊക്കെ പറയും മുടി ഇങ്ങനെ തോർത്തുകൊണ്ട് നന്നിട്ടിട്ട് ഒലച്ചതിൽ വെള്ളം കളയണം, എന്നിട്ട് മുടി തോർത്ത് വെച്ച് കെട്ടി വെക്കണം എന്നൊക്കെ. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊക്കെ ആ സമയത്ത് മുടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മളധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നാട്ടിൽ തന്നെയാണ്, വീട്ടിലെ ഫുഡ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടി പ്രോപ്പറായിട്ട് വളരും. പക്ഷെ പിന്നീട് നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി വളർച്ച ഭയങ്കര ശോകമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അത് ഒഴിവാക്കിയതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിക്കോ കേട്ടോ. കാരണം അത് അത്ര നല്ലതല്ല നമ്മുടെ മുടിക്ക്. രണ്ടാമത്തെ കാര്യമാണ് മുടി കെട്ടിവെക്കുന്നത്. മുടി കെട്ടിവെക്കുന്നതിനോട് ഞാൻ എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒരിക്കലും മുടി ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുറകിൽ വലിച്ച് കെട്ടി വെക്കരുത്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ശരിക്കും കെട്ടുന്നില്ല, ഇങ്ങനെ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് മുറുക്കി ഇങ്ങനെ കെട്ടി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. എനിക്ക് കെട്ടി വെക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം തുടക്കത്തിൽ ഞാൻ കെട്ടി വെച്ചല്ലോ, മുടി ഇങ്ങനെ മണ്ടയിലേക്ക് കെട്ടി വയ്ക്കുക. അതും അധികം നേരം വെക്കരുത്. കാരണം ചിലപ്പോൾ നീരിറങ്ങും ചിലവർക്ക്. അപ്പം നമുക്ക് ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് മുടി അധികം ഹീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഈ പ്രൊഡക്ട്സിനോടൊന്നും ഞാൻ എതിരല്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അധികം കെമിക്കൽസ്, അധികം ഹീറ്റിങ് ഇതൊന്നും തലമുടിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുടെ മുടി പിടിച്ച് നോക്കുമ്പോൾ അറിയാം
കുറച്ച് നാൾ കഴിയുമ്പോൾ കുറേ നാളത്തേന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ അങ്ങ് പോയി മാറിക്കഴിയുമ്പോൾ മുടി അങ്ങ് ചകിരി പോലെ ആകുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടൊക്കെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി അടിപൊളിയാക്കി വെക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് വർത്താനം പറയാൻ ഞാൻ വിചാരിച്ചേ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പം ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മാക്സിമം മുടി കഴുകാൻ നോക്കുക. ആഴ്ച എല്ലാ ദിവസവും മുടി കഴുകരുത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, കൊള്ളത്തില്ല. ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചില വിശ്വാസമാണ് എന്നും തല നനച്ച് മുടി, അതായത് ദേഹം ഫുള്ള് കഴുകണം എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളത് ചെയ്യുന്നതിൽ ഇസ് ഫൈൻ, എനിക്കൊന്നും പറയാനില്ല. അല്ലാത്തവരോടാണ് പറയുന്നത്, എന്നും മുടി കഴുകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതായത് തല വേർക്കുക, ഭയങ്കരമായിട്ട് പൊടിയുള്ള സ്ഥലങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ മുടി കഴുകിക്കുക. എല്ലാ ദിവസവും നല്ല അന്ന് കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. കാരണം എന്നും മുടി കഴുകുന്നതും അത്ര നല്ലതൊന്നുമല്ല, നമുക്ക് മുടിക്ക് നല്ലതല്ല. പിന്നെ എല്ലാ ദിവസവും എണ്ണ വയ്ക്കുന്ന കാര്യം, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വെല്ലുമിച്ചൊക്കെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നന്നായിട്ട് എണ്ണ വയ്ക്കണം മുടിയിൽ, എന്നാലേ മുടി നന്നായിട്ട് വളരത്തുള്ളൂ. നന്നായിട്ട് എണ്ണ വയ്ക്കാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്, ഞാനപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് എണ്ണ വെക്കണം എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പിന്നീട് വലുതായി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായത് നന്നായിട്ട് എണ്ണ വയ്ക്കാന്ന് പറഞ്ഞാൽ മുടി തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എണ്ണ ആക്കുക എന്നുള്ളതല്ല, അത് കുറേ എണ്ണ വാരി പൊത്തുക എന്നുള്ളതല്ല. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇതൊക്കെ അറിയാതിരിക്കും എല്ലാവർക്കും, എന്നാലും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, അധികം എണ്ണ വാരിക്കോരി തല തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നാട്ടിലൊക്കെ ഉള്ളവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്ന്, നമ്മൾ 2 തവണ തല കഴുകുന്നവരാണെങ്കിൽ ഒരു ദിവസം ഷാമ്പൂ ഒക്കെ ഇട്ട്, എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ അടുത്ത ദിവസം ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തലമുടി കഴുകുകയാണെങ്കിൽ മുടി അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. എൻ്റെ മുടി പിന്നെയും കുറച്ചൊക്കെ പോയത് ഇവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ മുടി കുറേ പോയത്. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മുടെ വയറ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അതായത് ഇപ്പോൾ ഈ ആസിഡിറ്റി, വയറ്റിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ സ്കാൽപ്പിനെ, മുടിനെയൊക്കെ ബാധിക്കാറുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ഹെയർ കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാണുന്നവർക്കൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ എന്തായാലും നല്ല വെതറാണ്, അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നിന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ഇപ്പോൾ അത്യാവശ്യം മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇനി എൻ്റെ ഈ തലയുടെ ഇവിടെ ഉള്ളത് മാത്രമാണ് ഉണങ്ങാനുള്ളത്. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അല്ലട്ടെ എൻ്റെ ഇത് ഹെയർ സിറാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്ട്രെക്സിൻ്റെ ഹെയർ സിറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പലർക്കും ഉപയോഗിക്കുന്നതായിരിക്കും നാട്ടിൽ. ഞാൻ ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ വേറെ ഒന്നും മാറ്റി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചും അറിയത്തില്ല. ഞാൻ ഈ ഒരു ഹെയർ സിറം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മാറ്റേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറ്റിയ പ്രൊഡക്ട്സ് ഒന്നും ഇതാണ്. അപ്പം എനിക്ക് ഇതിനെ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഒരു ഹാഫ് ഉണക്കായി കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രണ്ട് ഡ്രോപ്പ് മതി. അത് 2 തവണ പമ്പ് ചെയ്യുക. ഡ്രോപ്പല്ല, 2 തവണ പമ്പ് ചെയ്യുക. എത്ര കിട്ടുന്നോ അത്ര എടുക്കുക. അത് നമ്മൾ മുടിയുടെ, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ തേക്കും. പിന്നെ ഇവിടെ വെട്ടിയിട്ട് നമ്മുടെ ചെറിയ മുടികളൊക്കെ ആണെങ്കിൽ അതെല്ലാം കൂടെ തേച്ച് കൊടുക്കുക നന്നായിട്ട്. മുടി ഊരിപ്പോരുന്നുണ്ട് ഗൈസ്. ഇതെൻ്റെ വിൻ്ററിന് എനിക്ക് സ്ഥിരമുള്ളൊരിതാണ്. വിൻ്ററിനെന്നല്ല, മിക്കപ്പോഴും മുടി കൊഴിയും. പക്ഷേ എൻ്റെ ഒത്തിരി മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനൊക്കെ മാറ്റി. പിന്നെ അപ്പം ഇത് കണ്ടോ, ഇപ്പം ഹെയർ സിറം തേച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ഫ്രിസി ഹെയർ അങ്ങ് മാറി കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇഴയാകുന്ന ഒരു കോമ്പ് വെച്ചിട്ട്, ഇത് അത്യാവശ്യം നല്ലപോലെ ഇഴയാകുന്ന ഒരു വുഡൻ കോമ്പാണ് കേട്ടോ. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ട്. പ്ലാസ്റ്റിക് ചീപ്പ് ഞാനങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീവി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ചീവുമ്പോൾ എൻ്റെ മുടിക്ക് ടാങ്കിൾസ് അധികമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോളിൽ നിന്ന് ചീവി തുടങ്ങിയത്. നിങ്ങൾക്ക് ടാങ്കിൾസ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും മോളിൽ നിന്ന് ചീവരുത്. പതിയെ അറ്റത്തുനിന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മോളിൽ നിന്ന് ചീവി വരിക. അങ്ങനെയാണ് ഇത് ചീവേണ്ടത് കേട്ടോ, മുടി ചീവേണ്ടത്. കാരണം ചിലർ ഞാൻ കണ്ടിട്ട് മോളിൽ നിന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. ഇവിടെ ഇതിന് മുഴുവൻ കെട്ടായിരിക്കും, വലിച്ച് പറക്കി ഇട്ടുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവൻ ഊരിങ്ങ് പോരും. കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ മുടി ഊരി പോരുന്നു. അപ്പം എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ മുടി. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പതിയൊന്ന് ചീവി കൊടുക്കുക. എൻ്റെ മുടിക്ക് അങ്ങനെ ടാങ്കിൾസ് വരാറില്ല പൊതുവെ. അതും എൻ്റെ ഈ ഒരു ഹെയർ കെയർ റുട്ടീൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ മുടിക്കുണ്ടായ ഒരു മാറ്റമാണ് ഇത്, ടാങ്കിൾസ് വരാതിരിക്കുന്നത്. സോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചീവിയിട്ട് കൊടുക്കുക.
അപ്പം ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് ഓയിലി ആയിട്ടുള്ള ഹെയർ ടെക്സ്ചർ ഒക്കെ ഉള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ കൂടെ നിർത്താം. ഇനിയിപ്പം നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ വിടുക. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഈ സിറം തന്നെ ഒരു 2 തവണ കൂടെ പമ്പ് ചെയ്യുക. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി കെട്ടി വെച്ചോളാം കേട്ടോ. അപ്പം മുടിക്ക് നല്ലൊരു ടെക്സ്ചർ വരും. ഫസ്റ്റ് യൂസിലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല, കുറച്ചൊരു 2-3 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്താൽ മാത്രമേ, ഇങ്ങനെ ഒരു ഹെയർ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ചപ്പാത്തി മാവൊന്നും ഇല്ലല്ലോ കുഴച്ച് പരത്തിയെടുത്ത് മാറ്റാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു കാര്യം, എൻ്റെ മുടി നേരത്തെ മുടി അറിയാവുന്നവർക്കറിയാം. എൻ്റെ ഇങ്ങനത്തെ ഒരു മുടിയേ അല്ലായിരുന്നു. ഇപ്പം നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു മുടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഞാൻ പോലും അറിയാണ്ട് സംഭവിച്ചൊരു കാര്യം കേട്ടോ. എനിക്കിങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു, ഇങ്ങനത്തൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെ ആവുമെന്ന്. പക്ഷേ ഇവഞ്ച്വലി ഞാനിത് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ ഒരു മുടിയാണിത്. അപ്പോൾ അത്ര സൂപ്പർ മുടിയാണെന്നോ അല്ല ഭയങ്കര തിക്ക് ഹെയർ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉള്ള മുടി നല്ല ഹെൽത്തി ആൻഡ് സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, മുടി അങ്ങനെ നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.